ഇന്ന ജോലിയാണ്, നിന്റെ വീട്ടിൽ കളക്ഷൻ എടുക്കാമെന്നാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മാസമാണ് ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇവരെ കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കളക്ഷൻ തന്നിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ നമ്പറും കൊടുത്തിട്ട് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇത് മൊത്തം കത്തിപ്പിടിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, നീയാണ് ഞങ്ങളെ അന്ന് പേടിപ്പിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതായത് ഇവളുടെ 2 പെൺകുട്ടികളും അതേ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചത്. അതായത് എൻ്റെ ഒപ്പം പഠിച്ച ആ പെൺകുട്ടിയുടെ 2 പെൺകുട്ടികളും അതേ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ നിൽക്കണ ആ സമയത്ത് 5 വർഷങ്ങൾ 22 കുട്ടികൾ പനി പിടിച്ച് പോയത്. അപ്പോൾ എന്നിൽ ഈ എനർജി ഉണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വിവാഹം ഭയങ്കര ട്രാജഡിയിലാണ് ആദ്യം വിവാഹം കഴിഞ്ഞത്. അച്ഛൻ മരിച്ചു. പിറ്റത്തെ വർഷം അമ്മേനെ ഉപേക്ഷിച്ച് ഞാൻ പരിവഴിയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് 16 വയസ്സാണ്. അമ്മയെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ചെറിയച്ചന്മാരെല്ലാവരും കൂടിയിട്ട് ആദ്യം വിവാഹം കഴിച്ചു. അത് വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മോളെ പ്രസവിച്ചു. മോൾക്കൊരു 1.5 വയസ്സായപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 100-200 മീറ്റർ അപ്പുറത്ത് ഡിസ്റ്റൻസിൽ എൻ്റെ മോള് അമ്മാവൻ്റെ വീടുണ്ട്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മാവൻ്റെ വീട്. കുട്ടി അവിടെയായിരുന്നു. അപ്പോൾ സന്ധ്യ നേരത്തെ ഇങ്ങോട്ട് ഓടി വരുന്ന നേരത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ മോള് ഓടി വരിക ഇരുട്ടത്തുനിന്ന്. ഞാൻ ഓടി വരുന്ന ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടി അകത്തുനിന്ന് അടുക്കളയിൽ നിന്ന് ഓടി പുറത്ത് നിന്നപ്പോൾ ശബ്ദം നനച്ചു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു വെച്ചു, എന്തിനാ നീ ഇപ്പോൾ ഈ നേരത്തെ കുട്ടീനെ ഇറക്കി വിട്ടേക്കണ ഇരുട്ടത്ത് എന്ന് ചോദിച്ചു. അപ്പം അവൾ വിളിച്ച് പറയണ്ട, എന്താ എഴുത്തിയമ്മയ്ക്ക് കുട്ടിയല്ലേ ഇവിടെ ഇരിക്കണമെന്ന്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ചിലങ്കയുടെ ശബ്ദം എൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ നിന്നു. അപ്പം ഞാൻ പേടിച്ചകത്ത് കയറി.